നമസ്കാരം. വയനാട് വിഷൻ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ക്വസ്റ്റ്യൻ ഫോറത്തിൽ എത്തിയിട്ടുള്ളത് വയനാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന സാംസ്കാരിക പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനും ആദിവാസി ദളിത് മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രഭാഷകനും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റെജി മാഷാണ്. റെജി മാഷെ ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പി കെ റെജി എന്ന് പറയുമ്പോൾ നമുക്ക് അഴീക്കോട് മാഷെ ഓർമ്മ വരുന്ന ഒരു അനുഭവമുണ്ട്. വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് പി കെ റെജി മാഷ് അഴീക്കോട് മാഷയുടെ ശിഷ്യത്വമായി ബന്ധപ്പെട്ട് വലിയ ഇതുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഒരു മാഷയുടെ ഒരു പിന്നെ എഴുത്തിൻ്റെ പരിസരവും ഈ പാഠ്യ പരിസരമൊക്കെ പിന്നെ പി കെ റെജി എന്ന അധ്യാപകനെ പിന്നെ വായനക്കാരനെ അല്ലെങ്കിൽ വിമർശകനെ ഒക്കെ വല്ല സാംസ്കാരിക പ്രവർത്തനമൊക്കെ വല്ലാതെ സ്വാധീനിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും. ഡോക്ടർ സുകുമാർ അഴീക്കോട് എൻ്റെ അധ്യാപകനായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് അറിയപ്പെടുന്ന പോലുള്ള സാംസ്കാരിക ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്കും ആദിവാസി മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയ്ക്കുമൊക്കെ എനിക്ക് വലിയൊരു ഊർജ്ജമായി മാറിയിട്ടുള്ളത് അഴീക്കോട് സാറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്നപ്പോൾ കിട്ടിയ വലിയ അനുഭവങ്ങളാണ്. അദ്ദേഹത്തെ വായിച്ചതിലൂടെ കിട്ടിയ വലിയ വലിയ ജ്ഞാനമണ്ഡലങ്ങളാണ്. എങ്ങനെയാണ് വയനാട്ടിൽ നിന്ന് ഒരു വളരെ കാലം മുമ്പുള്ള ഒരു പഠനാനുഭവമൊക്കെ ആവുമല്ലോ, അധ്യാപക പഠന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണല്ലോ. കോഴിക്കോട് എത്തിച്ചേരുന്നു, മാഷെ കാണുന്നു, മാഷ ശിഷ്യനാവുന്നു. ഈ യൂണിവേഴ്സിറ്റി കാല ജീവിതം എങ്ങനെയാണ് ആലോചിക്കാം? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ വയനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനകീയ സാംസ്കാരിക ഒരു കാലമാണ്. ജനകീയ സാംസ്കാരിക വേദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ വ്യാപൃതനായിരുന്നു. അക്കാലത്ത് തന്നെ ആ രംഗവുമായി ബന്ധപ്പെട്ട വായനകളിലേക്ക്, പ്രത്യേകിച്ചും മാർക്സിയൻ പുസ്തകങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റിലേക്കൊക്കെ ഞാൻ വളരെ സജീവമായിരുന്നു. സാഹിത്യ വായനയും നന്നായി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഴീക്കോട് സാറിനെക്കുറിച്ചും കോഴിക്കോട് സർവകലാശാലയിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും അറിയുന്നത്. അപ്പോൾ ഒരു നല്ല യൂണിവേഴ്സിറ്റി പഠിക്കുക, അഴീക്കോട് സാറിൻ്റെ ഒരു ശിഷ്യനാവുക, ഇതൊക്കെ എൻ്റെ വലിയ മോഹമായിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ അപേക്ഷ കൊടുക്കുകയും 7ാമത് റാങ്കിൽ എനിക്കവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി ജീവിതം, അവിടുത്തെ സെൻട്രൽ ലൈബ്രറി, ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി എന്നെ വളരെ അധികം എനിക്ക് എൻ്റെ ജ്ഞാനമണ്ഡലത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഡോക്ടർ ടി കെ രാമേന്ദ്രനെ പോലെയുള്ള, രാമേന്ദ്ര മുഖേരിയെ പോലെയുള്ള, സിവിക് ചന്ദ്രനെ പോലെയുള്ള, കടമ്മനിട്ടെ പോലെയുള്ള ഒരുപാട് കവികളും കലാകാരന്മാരുമായി, പ്രത്യേകിച്ചും ബാലേന്ദ്രൻ ചുള്ളിക്കാരനെ പോലുള്ള ആളുകൾ, വി ജി തമ്പിയെ പോലെയുള്ള ആളുകൾ, ചിന്ത രവിയെ പോലുള്ള ആളുകൾ ഒക്കെ, ഈ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒക്കെ എൻ്റെ വായനയുടെ തലത്ത് വല്ലാതെ വികസിപ്പിക്കുകയും ഒരു കുടിയേറ്റ പ്രദേശമായ ഒരു സ്ഥലത്ത് വാസ്തവത്തിൽ ഒരു പത്രം പോലും കൃത്യമായി വായിക്കാൻ ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്നും യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ലോകത്തേക്ക് പറിച്ചു നടപ്പെട്ടു. അത് എനിക്ക് വലിയൊരു വളമായി തീർന്നു, വലിയ ആവേശമായി തീർന്നു. എൻ്റെ ജീവിത ബന്ധങ്ങളിൽ തന്നെ വലിയൊരു അഴിച്ചുപണി ഉണ്ടാക്കുകയും ഒരു മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കാനുള്ള ഒരു വലിയ മാനസികീകരണം ഉണ്ടാക്കി തരികയും ചെയ്തു. ഈ അഴീക്കോട് മാഷൊക്കെ ഒരു സാംസ്കാരിക പരിസരത്തിലേക്ക് കോഴിക്കോടിലേക്ക് എത്തിപ്പെടുന്നു. വയനാട്ടിൽ നിന്നും അന്നത്തെ കാലത്ത് നിന്നും വളരെ വ്യത്യസ്തമായ വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ വേദിയാണല്ലോ കോഴിക്കോട് തുറന്നു വന്നത്. വയനാടിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയൊക്കെ അന്ന് വല്ലാത്ത വ്യത്യസ്തമായ വലിയ പരിതാപകരമായ അവസ്ഥയാണ്. കോഴിക്കോട് സമ്മാനിച്ച ഒരു ഊർജ്ജം എങ്ങനെയായിരുന്നു? ഇപ്പം പറഞ്ഞ പോലെ പുതിയ പുതിയ സൗഹൃദങ്ങൾ സാംസ്കാരിക രംഗത്തെ, എഴുത്ത് രംഗത്തെ ഒക്കെ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് ജീവിതത്തെ? ഒന്ന്, സാറിൻ്റെ ക്ലാസ് റൂം അനുഭവങ്ങളുണ്ട്. 2 മണിക്കൂർ തുടർച്ചയായ ക്ലാസ്സാണ് സാർ നടത്തുക. അത് 2 മിനിറ്റ് പോലെ കഴിഞ്ഞു. ആ ഒരു ക്ലാസ്സിൽ നിന്നും നമ്മൾ പിന്നെ നേരെ തുറക്കുന്നത് ലൈബ്രറിയിലേക്കാണ്, വായനയിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് മുറിയിൽ അവസാനിക്കാതെ പുറത്തേക്ക് പോകുന്ന, വായനയിലേക്ക് നമ്മളെ നയിക്കുന്ന വലിയ അനുഭവമായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ഉള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഒന്ന്, അജിയേച്ചി അറിയാമല്ലോ, അജിത, അവരുടെ ബോധി ബുക്സ് പ്രവർത്തിക്കുന്നുണ്ട്. ബോധി ബുക്സിലെ സായനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. KR മോഹനെ പോലെയുള്ള, ജോയ് മാത്യുവിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ വന്നുകൂടുന്ന സ്ഥലം. അവിടെ ഇരുന്നുള്ള പുസ്തക ചർച്ചകൾ, അവിടെ അത് ലെൻഡിങ് ലൈബ്രറിയാണ്.
അവിടുന്ന് പുസ്തകം എടുത്തുകൊണ്ട് വായിക്കൽ ഒക്കെ നമുക്ക് തീരെ പരിചിതമല്ലാത്തൊരു ലോകത്ത് കൂടുതൽ വിശാലമായ ചിന്തയുടെയും അതുപോലെ തന്നെ സംവാദങ്ങളുടെയും ഒരു ലോകത്തിലേക്ക് നമ്മൾ സ്വയം വികസിക്കുകയാണ്, തുറക്കപ്പെടുകയുണ്ട്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ടൊരു ദേശം എന്ന നിലയ്ക്ക് വലിയ വായനാ സൗകര്യങ്ങളില്ലാത്ത ഒറ്റപ്പെട്ട തുരുത്തുകൾ, എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ അതിനിടയ്ക്ക് അക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നു. ഇങ്ങനെ അവിടെ ചെന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഈ ബന്ധങ്ങളിലൂടെയും പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നെ നന്നായി നയിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ ആണ് അക്കാലത്ത് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത്. സാംസ്കാരിക വേദിയിലേക്കൊക്കെ വരുന്നത് ആ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഒരു ഉണർവ് എന്നെ മാർക്സിയൻ ലിറ്ററേച്ചറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് പോകാൻ നന്നായി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടർ ടി കെ രാമേന്ദ്രനെ പോലെയുള്ള മാർക്സിസ്റ്റ് കലാവിമർശം ഒരു മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന പേരിൽ പുസ്തകം ഇറങ്ങുണ്ടായി അക്കാലത്ത്. NS മാധവനടക്കമുള്ള ആളുകൾ എഴുതിയ ഒരു വലിയ പുസ്തകമാണ്. എനിക്ക് തോന്നുന്നത് വലിയ ചർച്ച ചെയ്തിട്ടുള്ള പുസ്തകം. ആ പുസ്തകം വായിക്കാൻ മാത്രമല്ല അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ രാമേന്ദ്രൻ്റെ കൂടെ അദ്ദേഹം ഹോസ്റ്റലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ PhD തീസിസ് പൂർത്തിയാക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയിരിക്കാനും അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഏതാണ് എന്ന് ആർത്തിയോടെ നോക്കാനും ചിലപ്പോഴൊക്കെ അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിലേക്ക് പോകാനും. ഞാൻ മലയാളിയായ വലിയൊരു ദാർശനികനാണല്ലോ കെ ദാമോദരൻ. പക്ഷേ ദാമോദരനെ എനിക്ക് അന്ന് പരിചയമില്ല. പക്ഷേ കെ ദാമോദരനിലേക്ക് ഞാൻ പോകുന്നത്, ഭാരതീയ ചിന്തയിലേക്ക് ഞാൻ പോകുന്നത് രാമേന്ദ്രൻ ടി കെയിലൂടെയാണ്. പിന്നീടാണ് അതിൻ്റെ അനുബന്ധമായി നമ്മൾ ഡോക്ടർ രാധാകൃഷ്ണനിലേക്ക് പോകുന്നത്, രാഹുൽ സാംകൃത്യാനിലേക്ക് പോകുന്നത്. അങ്ങനെ ഫിലോസഫി എൻ്റെ ഒരു വലിയ വായനാ വിഷയമായി മാറുന്നുണ്ട്. ചരിത്രവും അങ്ങനെ മാറുന്നുണ്ട്. ചരിത്രം അതുപോലെ തന്നെ ഫിലോസഫി, പ്രത്യേകിച്ച് മാർക്സിയൻ ഐഡിയോളജി, ഇതെല്ലാം കൂടി ചേർന്ന ഒരു മാനസിക ചക്രവാളത്തിൻ്റെ വികാസമുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വായനാ പ്രവർത്തനങ്ങളുണ്ടാകുന്നു. ചെറിയ തോതിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ ഏർക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം നാട്ടിലൊരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കുന്നു, ചർച്ചാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, പിന്നെ ആദ്യത്തെ ചിത്ര പ്രദർശനം നടത്തുന്നു. വളരെ ആക്റ്റീവായ ഒരു പാഷനെ എനിക്ക് തന്നത് യൂണിവേഴ്സിറ്റിയാണ്. ഇതിനെല്ലാം ഊർജ്ജമായി നിന്നതും വായനയിലേക്ക് നയിച്ചതും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതുമായ ഒരു വലിയ വ്യക്തിത്വം മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഒരു സംശയമില്ല ഡോക്ടർ സുകുമാർ അഴീക്കോട് തന്നെയാണ്. ഈ ചുരം കയറി വരുന്നത് വലിയ ഊർജ്ജവുമായിട്ടാണ് തിരിച്ച് മാഷ് ഒരു പൂർണ്ണ സമയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ്റെ രൂപത്തിലാണ് ചുരം കയറി എത്തുന്നത്. മുൻപ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെങ്കിലും കുടിപ്പള്ളിക്കൂടം തുടങ്ങിയ കഥ പോലും എല്ലാവർക്കും അറിയാം. അപ്പം ഈ പൂർണ്ണ സമയ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഇപ്പോൾ പിന്നെ ആ ഔദ്യോഗിക ജീവിതം അവസാനിച്ച സമയമാണ്. ഇത്രയും വർഷത്തെ ഈ വയനാടിനെ പഠിപ്പിക്കൽ എങ്ങനെയാണ്? വയനാടിനെ പഠിപ്പിക്കൽ അങ്ങനെ കൂടെ പറയാതിന്. അതെ, ഞാൻ പിന്നെ എൻ്റെ അധ്യാപക ജീവിതം ആരംഭിക്കുന്നത് ഒരു കുടിപ്പള്ളിക്കൂടം തുടങ്ങിയിട്ടുണ്ട്. ആ കുടിപ്പള്ളിക്കൂടത്തിൽ 38 കുട്ടികളുണ്ട്. അതിലൊരു 6ഓളം ആദിവാസി കുട്ടികളെ ഞാൻ അവിടെ ഇരുത്തി. എനിക്കൊന്ന് കനവൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദിവാസി കുട്ടികളെ ഇരുത്തി അക്ഷരം പഠിപ്പിച്ച ഒരു തുടക്കക്കാരനാണ് ഞാനെന്ന് എനിക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ പറ്റും. അവർക്കൊക്കെ 10ാം ക്ലാസ് വരെയൊക്കെ എത്താൻ പറ്റുള്ളൂ പലവിധ കാരണങ്ങളെ. ഞാൻ അവിടുന്ന് വിട്ടു പോവുകയും ചെയ്തല്ലോ. പിന്നീട് വിദ്യാഭ്യാസമൊക്കെ പോയി. പിന്നീട് പാരൽ കോളേജായി, ഇങ്ങനെ സ്കൂളായി. അങ്ങനെ ഏതാണ്ട് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പാരൽ കോളേജിലാണെങ്കിൽ പ്രീ ഡിഗ്രി മുതൽ MA ക്ലാസ് വരെയും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഡയറ്റിലാണെങ്കിൽ അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലെല്ലാം ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ വായനയൊക്കെ അവിടെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തെ ഞാൻ അറിയുക, വയനാടൻ ജീവിതത്തെ അറിയുക, അത് അറിഞ്ഞത് എൻ്റെ മുമ്പിലെത്തുന്ന കുട്ടികളിലൂടെയാണ്. വയനാട് പ്രത്യേകിച്ചും ആദിവാസി മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് അവരിലൂടെയാണ്. ഇപ്പോൾ ഞാൻ 2008 മുതൽ ഇപ്പോൾ വരെ പുൽപ്പള്ളിയിലുള്ള CK രാഘവൻ മെമ്മോറിയൽ IT ഒരു TTC കോളേജിലെ പ്രിൻസിപ്പളാണ്. എല്ലാ വർഷങ്ങളും തന്നെ എൻ്റെ അടുത്തേക്ക് മൊത്തം സീറ്റിൽ ഒരു 60% ആദിവാസി കുട്ടികളായിരുന്നു. അവിടെ കുട്ടികൾ അഡ്മിഷൻ ഇപ്പോഴും 60%? ഇപ്പോഴുണ്ട്. ഇപ്പോൾ ആകെയുള്ള 100 കുട്ടികളിൽ 52 പേരും ആദിവാസി കുട്ടികളാണ്.
അത് വളരെ വലിയ വലിയ പോസിറ്റീവായ കാര്യമാണ്. കാരണം ഒരു മാനേജ്മെൻറ്റ് കോളേജിൽ ഒരു അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ ഈ നമ്മൾ ഈ പുറമെ ചർച്ച ചെയ്യുന്ന സംവരണ മാനദണ്ഡങ്ങളെയൊക്കെ വെച്ച് വലിയ ചർച്ച നടക്കുമ്പോൾ ഇതൊന്നും അതിന് പുറത്ത് സംഭവിക്കുന്നു എന്നുള്ള വലിയ ആഹ്ലാദകരമായ കാര്യം തന്നെയാണ്. മാത്രമല്ല, നമ്മളെ ഈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ അവർ തടസ്സം നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ സ്വതന്ത്രമായി ഈ ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ കണ്ടെത്തി, അങ്ങനെ കണ്ടെത്തുന്നതിന് ഇവിടുത്തെ ട്രൈബൽ ലീഡേഴ്സ് തന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞു പോയ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഈ മെൻറ്റർ ടീച്ചർ എന്ന പേരിൽ പല ഭാഗത്ത് അവർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ PSC ലിസ്റ്റിൽ പലരും വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ അറിയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ അടുക്കുമ്പോഴാണ് ഇവരുടെ വീടിൻ്റെ പ്രശ്നം അറിയുന്നത്. ഓരോ വീടും അനുഭവിക്കുന്ന വലിയ വേദനകൾ പലപ്പോഴും അവർ എൻ്റെ മുറിയിൽ വന്നിട്ട് കണ്ണീരോട് ഇത് പറയാറുണ്ട്. നമുക്കങ്ങനെ സാമ്പത്തികമായി സഹായിച്ചിട്ടൊന്നും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് ഇതിനോടൊക്കെയുള്ള നമ്മുടെ സാമ്പത്തിക സംവരണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വലിയ കൊട്ടിഘോഷി നടക്കുന്ന സമയത്താണ് നമ്മളത് പറയുന്നത്. തന്നെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇവർക്കാണെങ്കിലും അവിടെ താമസിക്കുന്ന കുട്ടികളുടെ ഫീസ് ഗവൺമെൻറ് കൊടുക്കുമെന്നല്ലാതെ വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ പുസ്തകം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ യൂണിഫോമിനോ ഒന്നും യാതൊരു ധനസഹായം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സങ്കടം കാണും. അപ്പോൾ നമ്മൾ ചില സുഹൃത്തുക്കളോടൊക്കെ ഇത് പങ്കുവെക്കുക, അവർ പരമാവധി വാക്കുകൊണ്ടുള്ള ഒരു ഷെയറിങ്, അവർക്കൊരു ഊർജം കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ദളിത് ആദിവാസി മേഖലയിലുള്ള ആളുകളെ കണ്ടെത്താനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ നമുക്ക് പ്രചോദനമാകുന്നത് എനിക്ക് മുമ്പേ ഉള്ള ഒരുപാട് ആളുകൾ ഈ രംഗത്തുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ജന്മം കൊണ്ട് ഞാനും ഒരു ദളിത് സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ബാല്യത്തിലെ ദളിത് ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ കയ്പ്, അത് ഉണ്ടാക്കിയ ദുരിതങ്ങളൊക്കെ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനതയുടെ പ്രശ്നങ്ങളെ നമുക്ക് അറിയാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഈ അർത്ഥത്തിൽ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന അധ്യാപകരുള്ള ഇടങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ആദിവാസി കുട്ടികൾ പ്രധാനമായും കൊഴിഞ്ഞു പോകുന്നത്. അവരെ മനസ്സിലാക്കാതിരിക്കുക. അവർ ഭാഷയൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഭാഷ ഇപ്പോൾ +2 കഴിഞ്ഞ് സ്കൂളിൽ വന്നിട്ടുള്ള TTയിൽ വന്നിട്ടുള്ള കുട്ടികൾ പോലും മലയാളം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആക്സൻറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത് പലപ്പോഴും പരിഹാസത്തിന് കാരണമാകുന്നുണ്ട്. മുഖ്യധാരാ വിദ്യാലയങ്ങളിൽ ആദിവാസി മലയാളം പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ പരിഹാസത്തിന് കാരണമായിട്ടില്ല. അപ്പോൾ ഒരു ജനതയുടെ ഭാഷയെന്ന് പറയുന്നത് അവരുടെ സംസ്കാരമാണ്, അതിലാണ് അവൻ്റെ സ്വത്വം അടങ്ങിയിട്ടുള്ളത്. ആ ഭാഷ അപഹസിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമായൊരു പ്രശ്നമാണ്. നമ്മുടെ പാഠ്യപദ്ധതിയിലോ അല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലോ ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നുമില്ല. തീരെ അവർക്ക് എവിടെയും അവരുടെ ഭാഷയ്ക്ക് ഇടമില്ല. അതിൻ്റെ ഒരു സാധ്യത പോലുമില്ല. അപ്പോൾ പകരം ഒരു മെയിൻ സ്ട്രീം പാഠ്യപദ്ധതിയെ മെയിൻ സ്ട്രീം സ്റ്റുഡൻസിന് വേണ്ടി രൂപപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതി ഒരു തരത്തിൽ അടിച്ചേൽപ്പിക്കുക. അപ്പം മുഖ്യധാരയ്ക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട നിർവചിക്കപ്പെട്ട പാഠ്യപദ്ധതി അതിലൊരു മാറ്റവും ഇല്ല. ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബദൽ വിദ്യാലയങ്ങളെ വലിയ ഒരു മാതൃകയൊക്കെ മുന്നോട്ട് വെച്ചു. ഋഷി വാലി മോഡലൊക്കെ തുടക്കത്തിൽ ഞാനുണ്ടായിരുന്നു. ഋഷി വാലി പോവുകയും അവിടെ നടപ്പിലാക്കുന്ന ഏകാധ്യാപക വിദ്യാലയത്തിൻ്റെ സമ്പ്രദായങ്ങളെ മനസ്സിലാക്കുകയും ഇവിടെ തന്നെയുള്ള ട്രൈബൽ കോണ്ടെക്സ്റ്റിൽ ട്രൈബൽ സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠന കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ഗവൺമെൻറ് അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. 1ാം ക്ലാസ് കൊണ്ട് അത് അവസാനിച്ചു. ഇപ്പം മെയിൻ സ്ട്രീമിലെ പൊതുവിദ്യാലയങ്ങളിലെ അതേ പാഠപുസ്തകവും അതേ കൈപ്പുസ്തകം, അധ്യാപകരുടെ കൈപ്പുസ്തകമാണ് ഈ ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ. എങ്ങനെയാണ് ഇത്രയും വളരെ ഗൗരവമായിട്ട് പഠിച്ചിട്ടാണ് ബദൽ വിദ്യാലയങ്ങളെ ഒരു നയം വ്യക്തമാക്കുകയും അത് രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തത്? ഇത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ ഇങ്ങനെ അട്ടിമറിക്കാൻ എങ്ങനെയാണ് കഴിയുക? വിദ്യാഭ്യാസ പ്രവർത്തകർ പോലും ആശങ്കപ്പെടുന്നതാണ്. നമുക്ക് പുറമേയുള്ള ആളുകൾക്ക് പോലും ഇത് മനസ്സിലാവാത്ത കാര്യമാണ്. മറ്റു ഇടങ്ങളിലൊക്കെ ഇത്തരം നയം വ്യക്തമാക്കണമെങ്കിലോ ഒരു കാര്യം മാറ്റണമെങ്കിലോ ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചയും വ്യാപകമായ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് വളരെ സിമ്പിളാണ്. ഈ സിലബസ് മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അതിന് മുമ്പ് അതിനുള്ള കരിക്കുലം വ്യത്യാസങ്ങൾ വരുന്നത്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ DPP എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിൽ വന്നു. അപ്പോൾ ഡോക്ടർ നമ്മൾ ഓർമ്മിക്കുന്ന സുരേഷ് കുമാർ സാറായിരുന്നു അതിൻ്റെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ വളരെ ശക്തരായിട്ടുള്ള വിവിധ ഡയറ്റുകളുടെ അധ്യാപകർ, സർവീസിലുള്ള മറ്റധ്യാപകർ, ഇവരെല്ലാം കൂടി ചേർന്നിട്ടുണ്ടാക്കുന്ന ഒരു ട്രൈബൽ വിദ്യാഭ്യാസ പരിപാടി എന്ന നിലയ്ക്കാണ് ഈ ഏകാധ്യാപക വിദ്യാലയങ്ങൾ വരുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഈ സുരേഷ് കുമാർ സാറിന് ഇതിനകത്ത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു.
കേവലം ഒരു IAS ഓഫീസർക്ക് അപ്പുറത്ത് ഈ ജനതയെ അറിയുന്ന, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു 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 വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയാണെന്ന് ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തെ കണിശമായി നല്ല ധാരണയോട് കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് ഈ ഇത് വന്നു. എന്നാൽ കാലക്രമത്തിൽ ഈ പാഠ്യപദ്ധതി രൂപീകരണത്തിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നന്നായി നടക്കുന്നുണ്ട്. മാറി വരുന്ന ഭരണത്തിനനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ മേധാവിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചൊക്കെ പാഠ്യപദ്ധതിയിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് ഈ ഏകാധ്യാപക വിദ്യാലയം. ഏകാധ്യാപക വിദ്യാലയം അവഗണിക്കപ്പെടുകയും അതിൻ്റെ പാഠ്യപദ്ധതി അതിൻ്റെ തുടർച്ച ഉണ്ടാവാതെ പോവുകയും ചെയ്തു. തുടർച്ച ഉണ്ടാകും. അസത്യം പൊതുവിദ്യാലയങ്ങളിലാവട്ടെ ഇത് തീരെ പരിഗണിക്കുന്നുമില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിവാസി കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, സ്കൂളിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോഴും കുടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കാപ്പിക്കുരു പറിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആരാൻ തമ്പ്രാമ്പാടത്ത് എന്നൊക്കെ പണ്ട് പറയും പോലെ ആരാൻ്റെ പാടത്താണുള്ളത്. അതുള്ളപ്പോൾ പിന്നെ ഇവരുടെ ഒരു സംസ്കാരം, അവരുടെ സ്വത്തും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം പിച്ചിച്ചേന്തപ്പെടുന്ന ഒരു മെയിൻ സ്ട്രീം കൾച്ചറിൻ്റെ ഉള്ളിൽ ഞെരുങ്ങുന്ന ഒരു ജനതയാണ്. അപ്പോൾ സാംസ്കാരികമായി ഒരു തരത്തിലും അതിജീവിക്കാൻ പറ്റാത്ത മുഖ്യധാരാ സമൂഹത്താൽ എപ്പോഴും ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത വൻതോതിലുള്ള അതിജീവനത്തിൻ്റെ സ്ട്രഗിളിലാണ് ഉള്ളത്. അതിജീവനത്തിനായുള്ള വലിയ സ്ട്രഗിളിലാണ് ഉള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ക്ഷേമ പദ്ധതികളോ അല്ലെങ്കിൽ വികസന പദ്ധതികളോ അല്ല നടപ്പിലാക്കുന്നത്. ഒരു ജനതയെ അവരെ സാംസ്കാരിക പശ്ചാത്തലത്തിലും സാമൂഹ്യ പശ്ചാത്തലത്തിലും സാമ്പത്തികമായ പശ്ചാത്തലത്തിലും മനസ്സിലാക്കുകയും അതിജീവനത്തിന് അല്ലെങ്കിൽ ഒരു ജനത എന്ന നിലയ്ക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുമുള്ള ദീർഘവീക്ഷണത്തോടുള്ള ആസൂത്രണം നടക്കുന്നില്ല. പകരം ഫണ്ട് വിനിയോഗിക്കപ്പെടുക, അത് ഇടനിലക്കാരാൽ കവർ ചെയ്യപ്പെടുക, അടിത്തട്ടിലേക്ക് ഇതിൻ്റെ ഒന്നും എത്താതെ. ഇത് ഈ ബദൽ വിദ്യാലയങ്ങളുടെ ഒരു മാറ്റം അങ്ങനെയാണ്. ബദൽ വിദ്യാലയം ലോവർ പ്രൈമറിയായി ഉയർത്തുന്നു. അതാണ് ഒരു വികസനവും വിദ്യാഭ്യാസ വികസനമായിട്ട് ആളുകൾ കുട്ടികൾക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും ഭൗതിക പശ്ചാത്തലം മാറപ്പെടും, കെട്ടിടങ്ങൾ വരും. ഇത് മാത്രമാണ് ബദൽ വിദ്യാലയം മാറുന്നതോടുകൂടി വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്ന രീതിയിലാണ് അന്ന് അത്തരത്തിൽ ചർച്ചയും ചിത്രീകരണം ഉണ്ടായത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ചില മാതൃകകൾ ഇപ്പം നമുക്ക് കനവിനെയൊക്കെ ആ രൂപത്തിൽ കുറേയധികം സാംശീകരിക്കാൻ പറ്റുന്ന ഉറപ്പായിട്ടും ഒരു വിദ്യാഭ്യാസ സങ്കേതമായിരുന്നു. അല്ല, ഇന്ത്യയിൽ മറ്റിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രാദേശിക ഭാഷാ സംവിധാനങ്ങളിൽ ഈ വിനിമയം നടക്കുകയും അവർ കൃത്യമായ രീതിയിൽ അവരുടെ പ്രതിരോധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഏറ്റവും നമ്മൾ വിദ്യാഭ്യാസ പ്രബുദ്ധതയുണ്ട് എന്ന് രാവിലെയും വൈകുന്നേരം ഏതു സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇത്തരം അപജയങ്ങൾ സംഭവിക്കുന്നതില്ലേ. വിദ്യാഭ്യാസം ഇന്നും കേവലം അക്ഷരജ്ഞാനമാണെന്നും അല്ലെങ്കിൽ ഗണിതത്തിൻ്റെ പ്രാഥമിക പാഠമാണെന്നും മാത്രം മനസ്സിലാക്കുകയും അതിനനുസൃതമായ ഒരു ഫ്രെയിമിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അതേ സമയത്ത് വിദ്യാഭ്യാസത്തിന് വളരെ വ്യക്തമായ അതിൻ്റെ സാമൂഹിക തലമുണ്ട്, സാംസ്കാരിക തലമുണ്ട്. അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ട്രൈബൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഒരു കൾച്ചറൽ കോണ്ടക്സ്റ്റിനെ, അവരുടെ ഒരു ജീവിത സന്ദർഭങ്ങളെ പാഠപുസ്തകങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അത് പരിഹസിക്കപ്പെടുന്ന ഒരു സാധ്യതയിലേക്ക് മാത്രമായി മാറും. ഇപ്പം ഈ അടുത്ത കാലത്താണ് ഈ പണിയരുടെ ഈ വട്ടക്കളി പോലെയുള്ള കൂടുതൽ പഠനങ്ങൾ വന്നു. അതിനുശേഷം അത് പലയിടങ്ങളിലും സ്റ്റേജ് ചെയ്യപ്പെട്ടത് വളരെ അടുത്ത കാലത്താണ്. അതുപോലെ ഇപ്പോൾ ഈ രാജീവ് ഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട്. അവിടുത്തെ കാട്ടുനായ്ക്ക കുട്ടികൾ അവരാദ്യമായി കാട്ടുനായ്ക്ക ഭാഷയിലുള്ള പാട്ട് പഠിക്കുകയും സംസ്ഥാന തലത്തിൽ അവർക്ക് സമ്മാനങ്ങൾ. അപ്പോൾ ആ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആ പാട്ട് അവർ പാടുമ്പോൾ അതിൻ്റെ ആന്തരികമായ താളത്തെയും ആന്തരിക സ്വരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് പാടുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നാടൻ പാട്ട് സംഘങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവരൊന്നും പാട്ടിൻ്റെ ആന്തരികമായ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ അത് വിനിമയം ചെയ്യുന്ന ജീവിതാവസ്ഥകളെക്കുറിച്ചോ ഒന്നും അവർക്കൊന്നും അറിഞ്ഞുകൂടാ. കേട്ടുപഠിക്കൽ മാത്രമാണ്. കേവലം താളത്തിലും ബഹളത്തിലും അംഗചേഷ്ടകളിലും ഒതുക്കുന്നതാണ്. അപ്പോൾ പാട്ടുകൾ അങ്ങനെയല്ലോ, പാട്ടുകൾ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നാടൻ പാട്ടുകൾ. അപ്പോൾ നമ്മൾ വളരെ സംസ്കാരവിഹീനരെന്നൊക്കെ പൊതുവെ മെയിൻ സ്ട്രീം പറയുന്ന ഈ ട്രൈബൽ സമൂഹങ്ങളുടെ കലാരൂപങ്ങളെയാണെങ്കിലും അവരുടെ പാട്ടിനെയാണെങ്കിലും എടുത്ത് പരിശോധിക്കുമ്പോൾ ആധുനിക ലോകത്തിന് കിടപിടിക്കുന്ന അതിനപ്പുറം നിൽക്കുന്ന ഇപ്പോൾ ചേറ്റുപാട്ടുകളുടെ പേനപ്പാട്ടെന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. അതിനകത്ത് മരിച്ചു കിടക്കുന്നവൻ്റെ ആത്മാവ്
ഈ ആട്ടാളി എന്ന് പറയുന്ന പ്രധാന കാർമ്മികൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക, ആ ആത്മാവിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഈ ജീവിച്ചവരോട് ഈ മരിച്ചവൻ പറയുന്നൊരു ഒരു 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 പാട്ടുണ്ട്. പറയാണ് ഈ മരിച്ചവൻ എന്താ പറയുന്നത്, എനക്ക് കാണി എഞ്ചും പറയാഞ്ചും കണ്ട് തമാമിൽ വഴക്ക് കൂടി കളാണ്ട, എനിക്കില്ലേ എന്ന് പറഞ്ഞ് മക്കളെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കരുത്. അതായത് നമ്മുടെ ദുരമൂത്ത ആർത്തി പൂണ്ട ലാഭം എന്ന് മാത്രം ചിന്തിക്കുന്ന ആധുനിക സമൂഹത്തിന് വളരെ പ്രാചീനമായ കാലത്തും ഇങ്ങോട്ട് തുടർച്ചയായി വരുന്ന ഒരു മഹത്തായ സംസ്കൃതിയുടെ ഭാഗമായി വരുന്ന ഒരു വലിയ സന്ദേശമാണ് ആ 4 വരി. വലിയൊരു സന്ദേശമാണ്. അത്തരത്തിൽ നമ്മൾ ഇവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു വരികയാണെങ്കിൽ ഈ ജനത സംസ്കാര സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ ജീവിത രീതി കൊണ്ട്, പ്രത്യേകിച്ചും പ്രകൃതിയുമായുള്ളൊരു ഇണങ്ങിയുള്ളൊരു ജീവിതമാണത്. ഇപ്പോൾ പേനപ്പാട്ടിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മരിച്ചവൻ്റെ ശവം പിന്നെ മുറ്റത്തൊരു പന്തൽ കെട്ടിയിട്ട് അതിനകത്ത് ഇറക്കി കിടന്നു. ആ പന്തലിനെ നാട്ടാൻ വേണ്ടി മുളയുണ്ടാക്കണം. ആ മുള വെട്ടാൻ വേണ്ടി ഇവർ സംഘമായി പോയിട്ട് കാട്ടിൽ പോയിട്ട് മുളയുടെ ചുവട്ടിൽ പോയി ഒരു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ ഒരുത്തൻ പോയിട്ടോ, അയാളുടെ കർമ്മങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് 9 കഷ്ണം മുള വേണം, മുറിച്ചോട്ടെ. എന്നിട്ട് ഒരു മുകളിലേക്ക് നോക്കുമ്പോൾ ഈ മുളയുടെ തലപ്പുകൾ കാറ്റത്തിങ്ങനെ ആടുന്നത് കണ്ടാൽ സമ്മതമാണ്. അതിനുശേഷം മാത്രമേ ഇത് മുറിച്ചിടുന്നു. അപ്പോൾ പ്രകൃതിയുമായി വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ എന്താണ്, വളരെ ഡയലക്റ്റിക്കലായൊരു ബന്ധമാണ്. പ്രകൃതി അവരെ സംരക്ഷിക്കുക, അവർ പരസ്പരം ആശ്രിതമായിട്ടുള്ള ഈ ഒരു സംസ്കൃതി എവിടെ പോയി? ഇപ്പം നമ്മുടെ പ്രകൃതിയുള്ള സമീപനമുണ്ട്. പ്രളയമൊക്കെ സംഭവിച്ച കാലമാണ്. അതിന് ആ രൂപത്തിൽ ഒരു വേറെ ഡയമെൻഷൻ നമുക്ക് പറയണം. നമുക്ക് സമയക്കുറവുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ട്രൈബൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ള ചാരിതാർത്ഥ്യമാണ് എന്നെ ഇപ്പോഴും ഈ രംഗത്ത്. ഈ ആദിവാസി വിദ്യാഭ്യാസ രംഗം മികവുറ്റതാക്കാൻ സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇപ്പോൾ നടപ്പിലാക്കിയതിൽ ഏറ്റവും വളരെ പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നത് ഈ മെൻ്റർ ടീച്ചേഴ്സിൻ്റെയൊക്കെ അതൊരു വലിയ ഇടപെടലാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു ടീച്ചർ അധ്യാപകൻ വരുന്നു എന്നുള്ളത് മാഷ് നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും അപമാനിക്കപ്പെടുന്ന ശബ്ദമായി മാത്രമാണ് അവരുടെ ഭാഷയെ പൊതുസമൂഹവും പൊതുവിദ്യാലയങ്ങളൊക്കെ വിലയിരുത്തിയത്. അവരുടെ പാഠഭാഗങ്ങൾ ഒരു പരിഹാസ്യ പാഠമാവുന്നു. അവരുടെ ആട്ടങ്ങൾ, പാട്ട് എല്ലാം എന്തോ അനാവശ്യമായ ആണ് പൊതുസമൂഹം കണ്ടത്. ഇത് വളരെ അത്യാവശ്യമുള്ളതാണ് എന്ന് ഒരു അധ്യാപകർ തന്നെ അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ പറയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം അത് വരും വർഷങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളിലേക്ക് ഉള്ളൊരു തുടക്കമാവും എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയുടെ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ വയനാട്ടിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ മെൻ്റർ ടീച്ചർ എന്നുള്ളത്. അപ്പോൾ TTC അല്ലെങ്കിൽ DED പാസ്സായവരെ മാത്രമാണ് ഇത് നിയോഗിക്കുന്നത്. ഏതാണ്ട് വയനാട്ടിലെ എല്ലാ സ്കൂളുകളും, അത് ഗവൺമെൻറ് സ്കൂളെന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ഇവർ ഒരു നല്ല ശമ്പളവും കൊടുക്കുന്നു. ഇവർ ക്ലാസ് മുറി പോകുന്നു, ആ വിഭാഗം കുട്ടികളുമായി നന്നായി സംവദിക്കുന്നു, കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാനുള്ളൊരു എനർജി ഉണ്ടാകും. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, ഒരു ക്ലാസ് മുറി തന്നെ കാട്ടുനായ്ക്ക് കുട്ടികളുണ്ടാവാം, പണിയക്കുട്ടികളുണ്ടാവാം, അങ്ങനെ പല വിഭാഗങ്ങളുണ്ടാവാം. ഇവരോടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാവുന്നു? അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു വിമർശനമായി ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. കാരണം ഈ മെൻ്റർ ടീച്ചേഴ്സായി പോകുന്നവർ ഏതെങ്കിലും ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ആളുകൾ മാത്രമായിരിക്കും. അപ്പം ഇതര ഗോത്ര വിഭാഗങ്ങൾക്കും ഇതേ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് മാഷ്. അതെ, പക്ഷേ അത് പരിഹരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പണിയ ഗോത്രത്തിൽ നിന്ന് വരുന്ന ഒരു ടീച്ചറാണെങ്കിൽ സാമാന്യമായി ഇത്രയും കാലത്തെ ആ കുട്ടിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എന്താണ് ആദിവാസി ലൈഫ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ കുട്ടികളുമായി ഇടപെടേണ്ടത്, ഏത് രൂപത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒരു പരിചരണം. ഏറ്റവും പ്രധാനം അവിടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശം ഉണ്ടാകുക. സ്കൂളിൽ അവരെ കേൾക്കാൻ ആളുണ്ടാവുക, വളരെ സ്നേഹപൂർണ്ണമായൊരു സമീപനം ഉണ്ടാകുക. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ കാട്ടുനായ്ക്ക കുട്ടികളും പണിയ കുട്ടികളും ഉള്ളിടത്ത് കാട്ടുനായ്ക്ക ടീച്ചറാണെങ്കിൽ ക്ലാസ് മുറിൽ ഒരു പണിയപ്പാട്ട് പാടാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കാട്ടുനായ്ക്കപ്പാട്ട് പാടാവുന്നേ ഉള്ളൂ. ഇത് ശേഖരിക്കാൻ, കളക്ട് ചെയ്യാൻ ഒക്കെ ഈ കുട്ടികൾക്ക് കഴിയും, ടീച്ചേഴ്സിന് കഴിയും. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ തന്നെയുള്ള കാട്ടുനായ്ക്ക കുട്ടികളും പണിയ കുട്ടികളുമുണ്ട് പഠിക്കുന്നത്, TTC പഠിക്കുന്നവർ. അവർ പരസ്പരം ഈ പാട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അവിടെ. അല്ലെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ
മൃദുല കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ടതാണ്, മൃദുല വെള്ളി പണിയ സമുദായത്തിൽപ്പെട്ടതാണ്. ഇവർ രണ്ടാളും നല്ല പാട്ടുകാരാണ്. ഈ പാട്ട് അവിടുത്തെ മുഴുവൻ ആദിവാസി കുട്ടികളും പഠിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു വിനിമയത്തിൻ്റെ സാധ്യത എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ ടീച്ചർമാർ സ്വയം ഒരു പഠനത്തിനും കൂടി വിധേയമാവും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശീലനത്തിനോ ഇടപെടലിനോ ഉള്ള സന്ദർഭം ഇവർക്ക് ഒരുക്കി കൊടുക്കണം. ചില ട്രൈബൽ മേഖലകളിലേക്ക് പോകാൻ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ അവരോടൊപ്പം, ഇപ്പോൾ പണിയാണെങ്കിൽ കാട്ടുനായ്ക്കളോടൊപ്പം സഹവസിക്കാൻ, അവരുടെ ലൈഫിനെ അറിയാൻ. ഇപ്പം എന്താ വെച്ചാൽ പണിയരും കാട്ടുനായ്ക്കനും തമ്മിൽ അടുത്തടുത്താണ് ഇവരുടെ ഊരുകളെങ്കിൽ പോലും സമ്പർക്കമില്ല. അതിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ ഒരു വിനിമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ വിനിമയം പണിയ കുട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ കാട്ടുനായ്ക്ക കുട്ടി വരുന്ന പ്രശ്നമല്ല. ആ ഒരു പക്ഷേ ഇതിനകത്ത് നല്ലൊരു പഠനം നടക്കേണ്ടതുണ്ട്, കൂടുതൽ അന്വേഷണം നടക്കേണ്ടത്. ഒറ്റയടിക്ക് അതിൻ്റെ ഒരു പരിഹാരം നമുക്ക് പറയാനും പറ്റില്ല. വളരെയധികം നന്ദി. വിദ്യാഭ്യാസം ഒന്നും അവസാനിക്കാത്ത കാര്യമാണ്, അത് തുടരുന്നതാണ്. റിജുമാഷുമായിട്ടുള്ള ഈ ചർച്ചയിൽ പ്രേക്ഷകർക്കത് മനസ്സിലായിട്ടുണ്ടാവും. ആദിവാസി വിദ്യാഭ്യാസവും ഇത്തരത്തിൽ വലിയ സങ്കീർണമായ അവസ്ഥകളിലൂടെയാണ് കടന്നു വരുന്നത്. ഈ സങ്കീർണതകളെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരുപാട് പ്രതിവിധികൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രായോഗികമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് അവരെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിന് റിജുമാഷ പോലുള്ള പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.